ഈ നിമിഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയ്ക്ക് പ്രദർശനാനുമതി. റിലീസിംഗ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് നടപടിക്ക് സ്റ്റേ. നിർമ്മാതാക്കളുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടപെടൽ ഉണ്ടായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇന്നലെ രാത്രി 7:30 നിർമ്മാതാക്കളുടെ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കുന്ന നടപടി ഡിവിഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു ഇന്നലെ തന്നെ. ഇപ്പോൾ വിധി പുറത്തു വന്നിരിക്കുകയാണ്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന് പ്രദർശനാനുമതി. ഇന്നാണ് ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. വിവരങ്ങൾ. സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമ പ്രദർശിപ്പിക്കാം. പ്രദർശനാനുമതി തടഞ്ഞ അല്ലെങ്കിൽ പ്രദർശനം തടഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുൻപാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നിർമ്മാതാക്കൾ നൽകിയ അപ്പീൽ അത് അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ പ്രത്യേക സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് നിർമ്മാതാക്കളുടെ അപ്പീൽ പരിഗണിച്ചത്. നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് ഹൈക്കോടതിയിൽ ഓൺലൈനായിട്ട് ഹാജരായത്. പ്രധാനമായിട്ടും നിർമ്മാതാക്കൾ ഉന്നയിച്ച വാദഗതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ നൽകിയിരിക്കുന്നത്. ഒരു പൊതുതാൽപര്യ സ്വഭാവമുള്ള ഹർജിയാണ് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഈ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ സാധാരണ പൊതുതാൽപര്യ ഹർജികൾ, ആ സ്വഭാവമുള്ള ഹർജികൾ വരാൻ പാടുള്ളതല്ല. വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റുകയാണ് പതിവ്. പക്ഷേ ഒരു റിട്ട് പെറ്റീഷനായിട്ട് ഇത്തരമൊരു വിഷയം കൊടുക്കാനായിട്ട് ഹർജിക്കാരന് അധികാരമില്ല എന്നുള്ള നിർമ്മാതാക്കളുടെ വാദം അത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. മാത്രമല്ല, നിർമ്മാതാക്കൾ ഉന്നയിച്ച മറ്റൊരു വാദം എന്ന് പറയുന്നത് കേരളത്തിനെ കുറിച്ച് അപഖ്യാതി പരത്തുക എന്നുള്ളൊരു ദുരുദ്ദേശമൊന്നും തന്നെ ഈ ചിത്രത്തിനില്ല, അതിന്റെ അണിയറ പ്രവർത്തകർക്കുമില്ല. മറിച്ച് ഈ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിലെടുത്ത സിനിമയാണ്. കേരളത്തിൽ സംഭവിച്ച യഥാർത്ഥ സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ തുടർച്ച മറ്റിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് തങ്ങൾ സിനിമയിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു എന്നാണ് നിർമ്മാതാക്കൾ വാദമായിട്ട് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നുള്ള വാക്കുകൾ തലക്കെട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അർത്ഥം വെക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു വാദമാണ്. അത് മാത്രമല്ല, ഈ ഹർജി നിലനിൽക്കില്ല, സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഹർജി നിയമപരമായിട്ട് നിലനിൽക്കില്ല തുടങ്ങിയ വാദങ്ങളും നിർമ്മാതാക്കൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ആ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ പ്രദർശനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു ഇടപെടൽ തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നാണ് ഈ ചിത്രത്തിന്റെ റിലീസ് നടത്താനായിട്ട് ഇരുന്നത്. അതിനിടെ ഇന്നലെ സിംഗിൾ ബെഞ്ച് ആ പ്രദർശനം തടഞ്ഞുകൊണ്ട് 15 ദിവസത്തേക്കാണ് പ്രദർശനം തടഞ്ഞത്. അങ്ങനെ ഉച്ചയോടുകൂടി ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഏറ്റവും അതിവേഗത്തിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഈ പറയുന്ന അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. ആ അപ്പീല് ഉടൻ തന്നെ പ്രത്യേക സിറ്റിംഗിലൂടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അത് പരിഗണിച്ചത്. എന്തായാലും 2 മണിക്കൂറോളം ഇന്നലെ രാത്രി ഈ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഹർജിക്കാരും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളും ഇക്കാര്യത്തിൽ വാദഗതികൾ മുന്നോട്ട് വെച്ചു. അതൊക്കെ തന്നെ പരിഗണിച്ചും പരിശോധിച്ചതിന് ശേഷമാണ് ഒടുവിൽ സിംഗിൾ രേഷ്മ ഒന്ന് തുടരുക. ഇപ്പോൾ എഴുത്തുകാരി JK അംബിക നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി അംബിക, ഇന്നലെ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന ചിത്രത്തിന് സിംഗിൾ ബെഞ്ച് പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു. 2 ആഴ്ചത്തേക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഈ നിർമ്മാതാക്കളുടെ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ മാറ്റിവെച്ചു. ഇപ്പോൾ ഇതാ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന് പ്രദർശനാനുമതി നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത്? നമസ്കാരം. അതിന്റെ സ്റ്റേ നീക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഒരു ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട്, അതായത് സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം പബ്ലിക്കിന്റെ അടുത്തേക്ക് വരുന്ന ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ ഒരു സാധനമാണ്. അപ്പൊ അത് കോടതിയുടെ പെർവ്യൂവിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അതിന് കിട്ടാവുന്നതിൽ
സർക്കാരിന്റെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷമാണ് അത് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത് വീണ്ടും കോടതിയുടെ അടുത്തേക്ക് പോകുന്നത് എന്തിനാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടില്ല അതെന്തിനാന്ന്. എനിവേ, ആദ്യത്തെ ഭാഗം ഇറങ്ങിയപ്പോഴും അതിന് ഒരുപാടധികം നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 സംസ്ഥാനങ്ങൾ അത് ബാൻ ചെയ്യുകയൊക്കെ ഉണ്ടായി. അതേപോലെ തന്നെ കുറെ ഇങ്ങനെ സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് 2ാം ഭാഗം പുറത്തിറങ്ങുന്നത്. അതായത് ശ്രീമതി അംബിക, കേരള സ്റ്റോറി ആദ്യം പുറത്തിറങ്ങി 2023 പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴും വരികയാണ് ചെയ്തത്. അവസാനം ശ്രീദേവ് നമ്പൂതിരി എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയായ ഒരാൾ പൊതുതാൽപര്യ ഹർജി നൽകുകയാണ്, ഇത് സംസ്ഥാനത്തെ അപമാനിക്കുന്നത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ സ്റ്റോറിയുടെ, ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും അടക്കം ഈ ലവ് ജിഹാദിന് ഇരയായ പെൺകുട്ടികളുടെ അനുഭവങ്ങളാണ് ഈ കേരള സ്റ്റോറി 2-വിൽ വളരെ കൃത്യമായി ഈ സിനിമ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ കേരളത്തിന് അപമാനകരമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വലിയ ശ്രമമാണ് അണിയറയിൽ നടന്നത്. അതിനുള്ള വലിയ തിരിച്ചടിയല്ലേ ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? ഇത് കേരളത്തിലെ ഈ 100% സാക്ഷരത എന്നൊക്കെ പറയുമ്പോഴും ഈ പേരെഴുതി ഒപ്പിടുന്നതിന്റെ ഉപരിയായിട്ട് ഈ നമുക്ക് എത്രമാത്രം സാക്ഷരത ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ഇംഗ്ലീഷ് വാക്ക് കേട്ടാലോ ഒരു ഹിന്ദി വാക്ക് കേട്ടാലോ അത് എന്താണ് അത് അർത്ഥാക്കണമെന്ന് പോലും മനസ്സിലാക്കാതെ ബഹളം വയ്ക്കുക. ഗോസ് ബിയോണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേരള സ്റ്റോറി കേരളത്തിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ ഇപ്രാവശ്യം അത് കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട്, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാതെ സത്യത്തില് മോദി തരാന്ന് പറഞ്ഞ 15 ലക്ഷം എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വലിയ ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കേരളത്തിന്റെ ആ ഒരു പൊതുബോധത്തെയോ അല്ലെങ്കിൽ സാക്ഷരതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ധാരണ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്. എനിവേ, അത് പോട്ടെ. അപ്പോ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഉപരിയായിട്ട് സംസ്ഥാനത്തിലെ ഒരു കേസും അതിനുശേഷം ബാക്കി 2 സംസ്ഥാനങ്ങളിലുള്ളതും ചിലപ്പോ ഇനി അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ടൈറ്റില് കേരളം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ തന്നെ ആയിക്കോളന്നില്ലല്ലോ. മുംബൈ പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, കേരളത്തിലുള്ള കഥയായിരുന്നു അത്. മുംബൈ എന്ന് വെച്ചിട്ട് എന്തിനാ ഇറങ്ങിയെന്ന് മുംബൈയിലുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവൊന്നുമില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു, ഈ ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ അതിലെവിടെ ചീന, അല്ലെങ്കിൽ ശീമക്കുന്ന് പറഞ്ഞ ഇതിലെവിടെ ശീമ. അപ്പൊ പേരില് എന്തിനാണ് പിടിച്ചിട്ട് നമ്മൾ ഈ പിന്നെ എന്താ പറയാ വിദ്വേഷം വളർത്തുന്നു എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് അനുമാനിക്കുകയാണ്. എനിവേ, സിനിമ എല്ലാവരും കാണട്ടെ. നമുക്ക് അതൊരു സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണല്ലോ പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ അവിടെയാണ് പരാതിപ്പെടേണ്ടത്. സെൻസറിന് എന്തെങ്കിലും കണ്ടതിന് ശേഷം, ട്രെയിലർ കണ്ടിട്ടല്ല നമ്മളൊരു സിനിമ വിലയിരുത്തേണ്ടത്. എമ്പുരാന്റെ പ്രശ്നം വന്നപ്പോ ഒരുപാട് പേര് ആ സിനിമ കണ്ടതിന് ശേഷമാണ് പിന്നെ കംപ്ലൈന്റ് ചെയ്തത് അതിലെന്താണ് കണ്ടന്റ് എന്ന്. ഇത് കണ്ടന്റ് എന്താന്ന് പോലും അറിയാതെ സിനിമ വരാതെ എങ്ങനെയാണ് നമ്മളിത് കംപ്ലൈന്റ് ചെയ്യാം? അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കാണട്ടെ. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ, കേരളത്തിൽ സംഭവിച്ചതാണോ സംഭവിച്ചതല്ലേന്ന് അതിനുശേഷം നമുക്ക് ഡിബേറ്റ് ചെയ്യാലോ. അതെ, പ്രേക്ഷകരുടെ കൂടി അറിവിലേക്കാണ് ശ്രീമതി JK അംബിക കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കേരള സ്റ്റോറിക്ക് നിദാനമായ പല പെൺകുട്ടികളെയും അവരുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ശ്രീമതി JK അംബിക. തീർച്ചയായിട്ടും. ആക്ച്വലി സത്യം പറഞ്ഞ ചിലരുടെയൊക്കെ പിന്നെ അവര് അനുഭവിച്ച ഇര നമ്മുടെ മുന്നിൽ വന്നിരുന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും പുറത്തുവിട്ട നാളെ അതൊരു സീരിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ സിനിമയോ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ ആൾക്കാർ പറയും നിങ്ങളിത് പച്ചക്കള്ളാന്ന് പറയുന്നത്. അങ്ങനത്തെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മള്. അതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല ഇതേവരെ. ഇനിയിപ്പോ അതും കൂടി പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല അവസ്ഥ. കാരണം അത് വിക്ടിം നേരിട്ട് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കേണ്ടി വരും ആ വിക്ടിമിന് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിന്ന്. അത്ര അധികം ഭീകരമായ അനുഭവങ്ങൾ ഈ ലവ് ജിഹാദ് വിക്ടിമിന് കേരളത്തിലുണ്ട്. അത് സമൂഹത്തിന് മുൻപിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ റെസ്പോൺസ്, ഒരു ഭാഗം ജനങ്ങളുടെ അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗം ആൾക്കാരുടെ റെസ്പോൺസ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും തുറന്നു പറഞ്ഞാൽ എന്താവും റെസ്പോൺസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ ആ അനുഭവങ്ങൾ ചിലരെ പൊള്ളിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത്
കേട്ടാൽ പലരുടെയും നെഞ്ചിടിപ്പേറുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെയധികം നന്ദി ശ്രീമതി JK അംബിക ഈ ഘട്ടത്തിൽ ജനം TVയോട് പ്രതികരിച്ചതിന്. രേഷ്മയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രേഷ്മ, വളരെ വലിയ വാദപ്രതിവാദങ്ങളാണ് ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായത്. എന്തൊക്കെയാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച വാദം? അതിനെ കോടതി എങ്ങനെയാണ് സ്വീകരിച്ചത്? ഈ പൊതുതാൽപര്യ ഹർജി നൽകിയ ആളുടെ വാദങ്ങൾ എത്രത്തോളമായിരുന്നു? എന്താണ് കോടതിയിൽ നടന്നത്? നീലിമ, ഇതിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിൽ ചിലത് നിയമപരമായിട്ട് ഈ ഹർജി കൊടുക്കാനായിട്ടുള്ള ഹർജിക്കാരന്റെ അവകാശത്തെ സംബന്ധിച്ചുള്ളതാണ്. അതായത് വ്യക്തിപരമായിട്ട് ഹർജിക്കാരന് അദ്ദേഹത്തിന്റെ അവകാശം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം. പക്ഷേ ഇവിടെ പൊതുതാൽപര്യ സ്വഭാവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൊതുതാൽപര്യ ഹർജിയായിട്ടാണ് അത് സമർപ്പിക്കേണ്ടത്. ഇവിടെ സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ വന്നത് പക്ഷേ ഈ പൊതുതാൽപര്യ ഹർജി ആയിരുന്നില്ല, ഒരു റിട്ട് പെറ്റീഷൻ ആയിരുന്നു. അതിന്റെ നിയമവശങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന നിർമ്മാതാക്കളുടെ അഭിഭാഷകന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദമായിട്ട് ഉന്നയിച്ചു. മറ്റൊന്ന്, ഈ മതസൗഹാർദ്ദം തകരുമെന്നുള്ള ഒരു വാദമായിരുന്നു ഈ പറയുന്ന ഹർജിക്കാർ ഉന്നയിച്ചത്. പക്ഷേ മതസൗഹാർദ്ദം തകരുമെന്ന വാദം ഉയർത്തിയത് കൊണ്ട് മാത്രം പ്രദർശനാനുമതി തടയാൻ ആവശ്യപ്പെടാനാകില്ല എന്നുള്ളതായിരുന്നു നിർമ്മാതാക്കൾ. തുടരുക. ഇപ്പോൾ BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ, കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയ്ക്ക് ഒടുവിൽ പ്രദർശനാനുമതി ലഭിച്ചിരിക്കുകയാണ്. വിദ്വേഷ പ്രചാരണം എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച് സ്റ്റേ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് BHP കാണുന്നത് ഈ വാർത്തയെ? യാഥാർത്ഥ്യം പറയുന്ന സിനിമകൾ വരുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. കേരളത്തിലെ TP 51 വെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ. ഇതിനകത്ത് എന്താ തെറ്റ്? ഞാൻ പറയുന്ന ഈ കേരള സ്റ്റോറി 2 ഭാഗമല്ല 200 ഭാഗം ഇറങ്ങാനുള്ള കഥകൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്താമാധ്യമങ്ങൾ കേരളത്തിൽ അതങ്ങ് പൊലിപ്പിച്ചു പറയുന്നു മാത്രമേ ഉള്ളൂ. കേരളത്തിന് വെളിയിൽ ഇതൊന്നൊരു വിഷയമേ അല്ല. എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മുംബൈ പോലീസ്, അല്ലെങ്കിൽ എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അന്നും ചെറിയ എതിർപ്പുകളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അതിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കുകയോ കേസുകളുമായിട്ട് പോയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ കേരള സ്റ്റോറി 1ാം ഭാഗം 2ാം ഭാഗം ഇനി 200 ഭാഗങ്ങളോളം ഇറങ്ങുകയാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും കഥകൾ അവശേഷിക്കുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ച TP 51 വെട്ട്, TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ടിറക്കിയ ഒരു സിനിമയുണ്ടായിരുന്നല്ലോ. അന്ന് ഇവർക്കൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലായിരുന്നേ. എമ്പുരാൻ ഇറങ്ങിയല്ലോ, അന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യം പറയുന്ന സിനിമകൾ വരുമ്പോൾ ഇവർക്കൊക്കെ അസുഖങ്ങളാണ്. ആ അസുഖമൊക്കെയാണ് ഇപ്പൊ മാറിക്കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ്, 2 ഭാഗമല്ല ഇറങ്ങേണ്ടത്. കേരള സ്റ്റോറി 200 ഭാഗം ഇറങ്ങാനുള്ള കഥകൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രേഷ്മ, ഈ സിനിമ ഇത് പൊള്ളുന്ന ചില സത്യങ്ങളാണ്. കേരള സ്റ്റോറി ആദ്യം ഇറങ്ങിയത് കേരളത്തിലെ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആയിരുന്നുവെങ്കിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ നടക്കുന്ന ഈ പ്രണയക്കെണികളെ കുറിച്ചാണ് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന ചിത്രം പറയുന്നത്. അതിന്റെ ഉള്ളടക്കം ചില ആളുകളിലേക്ക് എത്തരുത്, പ്രത്യേകിച്ചും കേരളത്തിലെ ആളുകളിലേക്ക് എത്തരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഈ പൊതുതാൽപര്യ ഹർജി. കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ചോദിച്ചു, താങ്കളുടെ മതവികാരം വ്രണപ്പെടുന്ന സാഹചര്യം ഈ സിനിമ മൂലം ഉണ്ടാകുന്നുണ്ടോ എന്ന്. അതായത് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് ശ്രീദേവ് നമ്പൂതിരി എന്ന് പറയുന്ന കണ്ണൂർക്കാരനായ ഒരാളാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഇങ്ങനെ മതവികാരം വ്രണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നടക്കം കോടതിക്ക് ചോദിക്കേണ്ടി വന്നൊരു അവസ്ഥയില്ലേ രേഷ്മ? അതെ നിലം, അതായത് ഒരു പൊതുതാൽപര്യ സ്വഭാവമുള്ള വിഷയത്തിൽ സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു സംഭവത്തെ തുടർന്നായിരിക്കണം ഒരു ഹർജി എത്തേണ്ടത്. ഇവിടെ ഈ വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചത്. ഈ മത സൗഹാർദ്ദം തകരുന്നു എന്നുള്ള ഒരു വാദം ഈ പറയുന്ന ഹർജിക്കാരൻ ഉന്നയിച്ചു. അങ്ങനെ എങ്കിൽ എത്രത്തോളം ഒരു വ്യക്തിപരമായിട്ട് താങ്കളുടെ അവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയോ വിശദീകരണമോ നൽകാനായിട്ട് ഈ പറയുന്ന ഹർജിക്കാരന് സാധിച്ചില്ല. മറ്റൊന്ന്, നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം ദേശീയ പുരസ്കാരം
ഉൾപ്പെടെ നേടിയ ഒരു സിനിമയാണ്. അത് മാത്രമല്ല അത് യഥാർത്ഥ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ച ഒരു സിനിമയാണ്. അതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പുറത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്, അത് പൊതുജനങ്ങൾ അറിയണം, അത് ഈ പറയുന്ന സിനിമയിലൂടെ അതിന്റെ ഉള്ളടക്കത്തിലൂടെ എല്ലാ ജനങ്ങളിലേക്കും എത്തണമെന്നുള്ളൊരു സതുദ്ദേശം നിർമ്മാതാക്കൾക്ക് ഈ സിനിമ ആവിഷ്കരിക്കുന്നത് അത് ഹൈക്കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയിരിക്കുന്നത്. റിലീസിംഗ് തടഞ്ഞ സിംഗിൾ ബെഞ്ച് നടപടിക്ക് സ്റ്റേ നൽകിയിരിക്കുകയാണ്. നിർമ്മാതാക്കളുടെ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടപെടൽ. അങ്ങനെ സിനിമ ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ പുറത്തിറക്കാമെന്ന് ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിരിക്കുകയാണ്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.